കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് വൻ ക്രമക്കേട് നടത്തിയെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. കമ്പ്യൂട്ടർ വാങ്ങാനും സോഫ്റ്റ്വെയർ തയ്യാറാക്കാനും ജനറേറ്റർ വാങ്ങിയതിലുമെല്ലാം തിരിമറി നടന്നതായി ഓഡിറ്റ് പരിശോധനയിൽ വ്യക്തമായി. 1 കോടി രൂപ ചെലവഴിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മാത്ലാബ് എന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയതിലും സ്റ്റോർ പർച്ചേസ് റൂൾ മറികടന്ന് 1400 കമ്പ്യൂട്ടറുകൾ വാങ്ങിയതിലും ക്രമക്കേട് നടന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് വിവിധ പദ്ധതികൾ നടപ്പാക്കാനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അനുവദിച്ച ഫണ്ട് വിനിയോഗത്തിലാണ് ക്രമക്കേട് നടന്നത്. മാത്ലാബ് എന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കാനായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് 1 കോടി രൂപ പാഴാക്കി. സമാനമായ സോഫ്റ്റ്വെയറിന്റെ സൗജന്യ വെർഷൻ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും വലിയ തുക അതിനായി ചിലവഴിക്കേണ്ടെന്നും വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ തന്നെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം മറികടന്നാണ് 1 കോടി രൂപ ചെലവഴിച്ച് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. ക്രമക്കേടുകൾ ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. കുറഞ്ഞ നിരക്കിൽ ടെൻഡർ നൽകിയ കമ്പനിയെ ഒഴിവാക്കി 34 ജനറേറ്ററുകൾ വാങ്ങിയതിൽ 64 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ ഓഡിറ്റോറിയവും ലൈബ്രറിയും ആർട്ട് ഗാലറിയും നിർമ്മിക്കാൻ 4 കോടി 85 ലക്ഷം രൂപ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് അനുവദിച്ചിരുന്നു. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇത് സംബന്ധിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമായ മറുപടി നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. 59 ലക്ഷം രൂപ ചെലവഴിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ 31 ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം കൊണ്ടുവന്നിരുന്നു. എന്നാൽ 28 ഓഫീസുകളിലും പഞ്ചിംഗ് സംവിധാനം ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അത്യാധുനിക വെർഷനിലുള്ള കമ്പ്യൂട്ടറിന്റെ വിലയേക്കാൾ കൂടിയ തുകയ്ക്ക് പഴയ വെർഷനിൽപ്പെട്ട 215 കമ്പ്യൂട്ടറുകൾ വാങ്ങിയതിലൂടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായ നഷ്ടം 15 ലക്ഷം രൂപ. 5 കോടി 15 ലക്ഷം രൂപയ്ക്ക് 1400 കമ്പ്യൂട്ടറുകൾ വാങ്ങിയത് സ്റ്റോർ പർച്ചേസ് റൂൾ മറികടന്നാണെന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും തുടർ നടപടികൾ വൈകുകയാണെന്നാണ് ആക്ഷേപം. വി ആർ കാർത്തിക്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.